സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഡെങ്കിപ്പനി ബാധിച്ച് ഇന്നൊരാൾ മരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി എംപോക്സും റിപ്പോർട്ട് ചെയ്തു. 19 പേർക്കാണെന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിനിടയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണവും സംഭവിച്ചിരിക്കുന്നു. എറണാകുളത്ത് 66-കാരന്റെ മരണകാരണം വൈറൽ അണുബാധയെ തുടർന്നുണ്ടാകുന്ന അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം എന്ന സ്ഥിരീകരണവും വന്നിരിക്കുന്നു. എന്തായാലും രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപക ക്യാമ്പയിന് തയ്യാറെടുക്കുകയാണ് സർക്കാർ. പകർച്ചവ്യാധികൾ പെരുകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് സംസ്ഥാനം. 13,000-ലധികം പേർക്കാണ് ഇന്ന് പനി സ്ഥിരീകരിച്ചത്. ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം സ്ഥിരീകരിച്ച ദിവസത്തിൽ രോഗികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. തൃശൂർ നാട്ടികയിൽ ഇന്നലെ മരിച്ച 67-കാരിയുടെ മരണം ഡെങ്കു ബാധയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നു മാത്രം രോഗം സ്ഥിരീകരിച്ചത് 68 പേർക്കാണ്. തിരുവനന്തപുരത്ത് മാത്രം രോഗബാധിതരായത് 24 പേർ. വൈറൽ അണുബാധയെ തുടർന്നുണ്ടാകുന്ന അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം എന്ന രോഗാവസ്ഥ മൂലം മരണം സ്ഥിരീകരിച്ചപ്പോൾ ഒരു രോഗബാധ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷിഗല്ല രോഗബാധിതരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 19 പേർക്കാണ് ഇന്നു മാത്രം രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലായി 4 മലേറിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇന്നു മാത്രം എലിപ്പനി ബാധിച്ചത് 16 പേർക്കാണ്. കോട്ടയത്ത് ഇൻഫ്ലുവൻസ ബാധിച്ച ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മീനച്ച സ്വദേശി 40-കാരനാണ് മരിച്ചത്. 105 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് ആശ്വാസമാണ്. പകർച്ചവ്യാധികൾ പെരുകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനതല ക്യാമ്പയിനുമായി രംഗത്ത് വരികയാണ് സർക്കാർ. ജൂൺ 16 ആരംഭിച്ച ക്യാമ്പയിൻ ജൂലൈ 31 വരെ നീണ്ടു നിൽക്കും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.